സുന്ദരികളായി പൂത്തെളിഞ്ഞു നിൽക്കുന്ന ഈ അഡീനിയം പ്ലാന്റിനെ കണ്ടപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചില്ലെങ്കിൽ വലിയൊരു സങ്കടം പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇന്ന് ഇവരുടെ വീഡിയോയുമായിട്ട് എത്തിയിരിക്കുന്നത്. ഇവരെ കാണാൻ ഒത്തിരി ഭംഗിയുണ്ടല്ലേ. ഈ പ്ലാന്റ് തീർത്തും നശിച്ചു പോയൊരു പ്ലാന്റായിരുന്നു. ഇനി ഇത് രക്ഷപ്പെടില്ല എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ നന്നായി വളം കൊടുത്തു, നന്നായി അവളെ സംരക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ പൂക്കൾ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സൗന്ദര്യത്തിൽ വിരിഞ്ഞു നിൽക്കുകയാണ്. അഡീനിയം പൂക്കളുടെ എല്ലാം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നേരിൽ കാണാനാണ് ഇവർക്ക് ഒത്തിരി ഭംഗിയുള്ളത്. ഫോട്ടോയിലൊന്നും അതിൻ്റെ യഥാർത്ഥത്തിലെ കളറും കാര്യങ്ങളും ഒന്നും നമുക്ക് കിട്ടത്തില്ല. പിന്നെയും നമുക്ക് ഇവരുടെ എടുക്കൽ ഇങ്ങനെ നിന്ന് ഓരോ ഫോട്ടോയും വീഡിയോയും എടുക്കാനായിട്ട് തോന്നിപ്പോകും. അത്രയ്ക്ക് സൗന്ദര്യമാണ് അഡീനിയം പൂക്കൾക്ക്. ഈ റെഡ് പൂവിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇവർ ആ പൂവിൻ്റെ ഇതളുകളുടെ ഭാരം കൊണ്ട് എപ്പോഴും താണ് കിടക്കും. നമുക്ക് ഇവരുടെ ഒരു ഫോട്ടോയോ വീഡിയോ എടുക്കണമെങ്കിൽ എപ്പോഴും ഒരു താങ്ങ് കൊടുത്തു വേണം എടുക്കാനായിട്ട്. അത്രയ്ക്ക് കനമാണ് ഈ പൂക്കൾക്ക്. പക്ഷേ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഇതിന് എന്ത് വളമാണ് കൊടുക്കാറുള്ളതെന്ന്. ഞാനിതിന് വളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലാകുമ്പോഴത്തേന് നന്നായിട്ട് ഇതിൻ്റെ കമ്പുകൾ, ശിഖരങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയും. എന്നിട്ട് ചാണകപ്പൊടിയും എല്ലുപൊടിയും അല്പം ചാരവും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് നന കൊടുക്കും. അത് എല്ലാ ദിവസവും തന്നെ നനയ്ക്കും. പെട്ടെന്ന് തന്നെ നല്ല ശിഖരങ്ങൾ ഇതിൽ ഉണ്ടാകും. ആ വരുന്നതെല്ലാം നല്ല ഇഷ്ടം പോലെ മുട്ടുകളുമായിട്ടായിരിക്കും. അങ്ങനെയാണ് ഇതിപ്പം മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ പ്രാവശ്യം സെപ്റ്റംബർ കഴിഞ്ഞതിന് ശേഷം ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത്. അത് നിറയും പൂക്കളുണ്ടാകും, ഒത്തിരി പൂക്കളാണ് ഉണ്ടാകുന്നത്. ഒറ്റ മുട്ടുകൾ പോലും കരിഞ്ഞു പോകാറില്ല. ഈ കഴിഞ്ഞ മഴ സമയത്ത് ഈ പ്ലാന്റ് പൂർണ്ണമായിട്ട് അഴുകിപ്പോയൊരു പ്ലാന്റായിരുന്നു. ആ അഴുകിയ ഭാഗം വെച്ച് നന്നായിട്ട് കട്ട് ചെയ്തു കളഞ്ഞ്, എന്നിട്ട് നല്ലൊരു ഭാഗം ചെത്തി കളഞ്ഞതിന് ശേഷം നിർത്തിയേക്കുന്നൊരു ശിഖരമാണിത്. അതിൽ നിന്ന് ധാരാളം ശിഖരങ്ങൾ പിന്നീട് ആ മുറിച്ച് കളഞ്ഞ ഭാഗത്ത് നിന്ന് പൊട്ടി മുളച്ച് വന്നു. എന്നാൽ അതൊക്കെ സാധാരണ നാടൻ ഒരു സിംഗിൾ പെറ്റൽസ് പൂക്കൾ വിരിയുന്ന അതായിരുന്നു വന്നിരുന്നത്. ഒരു സൈഡിൽ വന്നേക്കുന്നത് ഡബിൾ പെറ്റൽസ് ആയ അതിനോട് ചേർന്ന് ബഡ് ചെയ്തേക്കുന്ന ഭാഗത്ത് വന്നേക്കുന്നത് നല്ല പ്ലാന്റായിരുന്നു. ഇത് ഞാൻ നിർത്തി. എന്തായാലും മറ്റേതിൽ ഇനിയും ബഡ് ചെയ്യാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ അത് ഞാൻ മുറിച്ച് കളഞ്ഞില്ല, അതും അവിടെ നിർത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇഷ്ടം പോലെ പൂക്കളും മുട്ടുകളുമായിട്ടാണ് ആ ചെറിയതായിട്ട് കിളിർപ്പ് വന്നത്. ഈ പൂവ് കണ്ടോ, എന്നാ ഭംഗിയാന്ന് നോക്കിയേ, എത്ര രസം ഉണ്ടായിരിക്കുന്നല്ലേ. എത്ര ഇതാണെന്നേ ഞാൻ ഇതിനെ ഇങ്ങനെ നോക്കി നിൽക്കും. ഒത്തിരി ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇതിനെ നഷ്ടപ്പെട്ടു പോയ ഈ പ്ലാന്റിനെ ഞാൻ തിരിച്ച് രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നതാണ്. അതിനുശേഷമാണ് ഇത്രയധികം പൂക്കൾ ഇതിൽ ഉണ്ടായത്. ഒരഡീനിയം പ്ലാന്റ് ചീഞ്ഞു പോയാൽ ഉടനെ തന്നെ നമ്മളത് പിഴുതങ്ങ് കളയല്ല വേണ്ടത്. അത് എവിടം വരെ അതിൻ്റെ അഴുകിയ ഭാഗമുണ്ടോ അവിടം വരെയും വൃത്തിയാക്കിയതിന് ശേഷം രക്ഷപ്പെടുത്തിയെടുക്കാൻ വല്ല മാർഗ്ഗം ഉണ്ടെങ്കിൽ അവിടം വരെ അത് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് സാഫ് പുരട്ടി കൊടുക്കുക. വെള്ളം വീഴാതെ ഒരു 2 ആഴ്ച നോക്കിക്കഴിഞ്ഞാൽ, ആ മുറിവുള്ള ഭാഗത്ത് വെള്ളം വീഴാതെ നോക്കിക്കഴിഞ്ഞാൽ ആ പ്ലാന്റ് രക്ഷപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെ രക്ഷപ്പെട്ട ഈ പ്ലാന്റ് നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ടാണ് ഞാൻ ഇത്രയധികം വ്യക്തപ്പെട്ടത്. ഇതിൻ്റെ പോട്ട് മിക്സായിട്ട് ഞാൻ ആദ്യ സമയങ്ങളിൽ ചേർത്തിട്ടുള്ളത് കരിയിലയും പിന്നെ എല്ലുപൊടിയും ചാണകപ്പൊടിയും പിന്നെ കരിയില കമ്പോസ്റ്റും അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ചില സമയങ്ങളിൽ കൂടുതൽ കീടാക്രമങ്ങൾ ഇതിലുണ്ടാകാറുണ്ട്. പക്ഷേ സാധാരണയായിട്ട് നമ്മളതിനെ സംരക്ഷിച്ചാൽ പെട്ടെന്ന് ആ രോഗത്തിൽ നിന്ന് അതിനെ രക്ഷപ്പെടുത്താൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് സാഫ് കലർത്തിയ വെള്ളം അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. മറ്റുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇതിനില്ല. ഇത്രയും ഭംഗിയുള്ള പൂക്കൾ വിടരുമ്പോൾ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മളങ്ങ് മറക്കും. കാരണം എത്ര ഭംഗിയാണെന്നറിയാമോ ഇവരുടെയൊക്കെ നിന്ന് ഇതിനെ ആസ്വദിച്ചിങ്ങനെ നിൽക്കുമ്പോൾ. ചിലവർക്ക് ഇതൊന്നും വലിയ താല്പര്യമുള്ള കാര്യമല്ല കേട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്കൊത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടുതൽ വീഡിയോകളും ഫോട്ടോസുകളും ഒക്കെ എടുക്കുകയും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇടുന്നത്. മുട്ടത്തോട് പൊടിച്ച് ചില സമയങ്ങളിൽ ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ 2-3 മാസമൊക്കെ കൂടുമ്പോൾ അല്പം ചാരവും കൂടി ഇട്ട് കൊടുക്കാറുണ്ട്. എപ്പോഴും ഒന്നും ചാരം ഇട്ട് കൊടുക്കത്തില്ല കേട്ടോ, വല്ലപ്പോഴും ഒക്കെ. എന്നിരുന്നാലും ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇതിനൊക്കെ ചെയ്യാറുള്ളത്. പക്ഷേ പലരും പറയും അല്ലാതെ വളങ്ങളൊക്കെ ഒത്തിരി ചെയ്യുന്നുണ്ടെന്നേ. അങ്ങനെയൊന്നും ഒത്തിരി വളങ്ങളൊന്നും ചെയ്യാറില്ലെന്നേ. ഇത്
നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചാൽ മതി. അല്പം ചാണകപ്പൊടിയും അല്പം വെള്ളവും ഒക്കെ കൊടുത്ത് നന്നായിട്ട് പൂവ് ഇട്ടോളൂ. ഇങ്ങനെയുള്ള ചെടികൾ സ്വന്തമാക്കാനായിട്ട് ഒത്തിരി പ്രയാസമൊന്നുമില്ല കേട്ടോ. ഇപ്പം എല്ലാ നഴ്സറികളിലും അഡീനിയം ഒത്തിരി നല്ല വെറൈറ്റികൾ കിട്ടും. അതിലൊരു ചെറിയ പ്ലാന്റ് മേടിച്ച് വെച്ചാൽ ഒരു 3 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ വലിപ്പമുള്ള പ്ലാന്റായിട്ട് മാറും. അപ്പോൾ ഓരോ വർഷവും ചെറുതായിട്ട് പൂക്കളുണ്ടായി പിന്നീട് ഒരു 1.5 വർഷം 2 വർഷം കഴിയുമ്പോൾ നിറയും പൂക്കളാവും കേട്ടോ. ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടാവും. അതുകൊണ്ട് പൂക്കളെ ഒത്തിരി ഇഷ്ടമുള്ളവർ ഇതുപോലത്തെ അഡീനിയം പ്ലാന്റുകൾ വാങ്ങിച്ച് വെച്ചാൽ നല്ലതായിട്ട് ആ പൂക്കളുടെ ഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയും. ഒത്തിരി ശ്രദ്ധയും പരിപാലനവും ഒന്നും വേണ്ടാത്തൊരു പ്ലാന്റാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നല്ല നനയും നല്ല വെയിലും ഉണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം എന്നേ ഉള്ളൂ. പിന്നെ 2-3 ദിവസങ്ങളൊക്കെ വെള്ളം ഒഴിക്കാതിരുന്നാലും ഒന്നും യാതൊരു പ്രശ്നവുമില്ല. അധികം പൂക്കളുണ്ടാകുന്ന സമയങ്ങളിൽ വെള്ളം അധികം ഇതിൻ്റെ പൂക്കളിലും അധികം വെള്ളം ഇതിന് കൊടുക്കുകയും വേണ്ട. ഇത് മറ്റൊരു പ്ലാന്റാണ് കേട്ടോ. റെഡ് ഇനത്തിൽപ്പെടുന്ന വേറൊരു പ്ലാന്റാണ്. ഇവരുടെ ഭംഗിയും പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ഭംഗിയാണ്. ഇതിലും ഉണ്ടാകുമ്പോൾ നിറയും പൂക്കളാണ് ഉണ്ടാകുന്നത് കേട്ടോ. ആദ്യത്തെ ദിവസം ആ പൂവിൻ്റെ സൈഡ് മുഴുവനും കറുത്ത ഒരു ലൈന് ഉണ്ടാവും. പിന്നീട് ചെറിയൊരു മങ്ങൽ അതിനേൽക്കും. പക്ഷേ എന്നാലും ഈ പൂ കാണാനായിട്ട് എന്ത് രസമാണെന്നറിയോ. അതിൻ്റെ കളറ് ഏത് ദൂരത്ത് നിന്ന് നോക്കിയാലും അതിൻ്റെ കളറ് നമുക്ക് എടുത്തറിയാൻ പറ്റും. അപ്പോൾ എനിക്ക് റെഡ് ഇനത്തിൽപ്പെടുന്നതായ അഡീനിയം പ്ലാന്റുകൾ ഒരു 3-4 വെറൈറ്റികളുണ്ട് കേട്ടോ. എല്ലാം നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഓരോ ദിവസം ഞാൻ ഓരോ വീഡിയോയുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അഡീനിയം പൂക്കളുടെ വിശേഷങ്ങൾ. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.